സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. ഓം ഗം ഗണപതായേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും, മിത്രഭൃത്യമാദ്യ സോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവം എടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണ ലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരേ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാദരാൽ. വേദപരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോദന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താംബൂല പൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ച ചെറുവചനമാ ദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസെ ചിന്തിച്ച് അനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ ആദ്ദിനം നാനാ സുഹൃജനത്തോടും അനാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികെ. അർണോരു ഹാസന സന്നിഭനാം മുനി സ്വർണാസനേ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു വരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംബോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ. ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർദ്ധമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലി നിത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരാ നീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലായിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിം ഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ.
നാളിക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആന തേർകാലാൾ കുതിരപ്പടയോടും ആനകശങ്കപ്പടകവാദ്യത്തോടും സോദരഭൂസുരതാപസ സാമന്തമേദിനി ബാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ചു ജഡ പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇതം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്ന് ചൊല്ലിയിടിനാർ. ചിത്തേ നിനക്കിത് തോന്നിയതത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളെ വമ്പുകെട്ടുന്നതു നേരം ആദിത്യദേവൻ ഉദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും. സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകാനൻ ആനന്ദ വിവശരാം ലോകരറിഞ്ഞീല മാർഗഖേദങ്ങളും ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രി സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോട് ചൊന്നാൻ അതു നേരം. ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിൻ എല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ട് ഇപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽകൾ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ച് ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹ്യ ഇത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനും അന്നേരം. ഉദാഭ്യഗാഠമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയവാക്യവും ഉക്ത്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സ രത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്ക് ഒഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം. മത്സകെ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോട് കണ്ടിതു രാമനെ നീ. അവൻ എന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്ന് ചൊന്നതും യാതൊരിടത്ത് ഉറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷചേതസ. ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. യത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ നേർവർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധധവളാംബരാസ്തൃതേ രാമേണ ശേദേ മഹാസുഖം സാഗതം. ശേദേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീത മദീയാഗ്രജന്മന. മദ്ദോഷകാരണാൽ എന്നതു ചിന്തിച്ചും ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതയായി അതിപാപിയാം എന്നെയും ധിക്കരിച്ചിടിനൻ പിന്നെയും പിന്നെയും.
ജന്മസാഫല്യവും വന്നിത് അനുജന് നിർമ്മല മാനസൻ ഭാഗ്യവാൻ. എത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം മനത്തിന് പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായി ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ, അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവൻ എന്നതു കേട്ടു മുര ചെയ്താൻ. മംഗലാദേവതാ വല്ലഭൻ തങ്കലിന്ന് ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ച് അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാ നദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികിടെ വസിക്കുന്നതു സീതയാ തന്നുടെ സോദരനോടു യഥാസുഖം. യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ, തർത്തുമമർത്യ തടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം. അഞ്ജസ കൂലദേശം നിറച്ചിടിനാൻ, 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയും എടുത്ത് അതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോടും ഭരതനെയും മുനി സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതുകരേറ്റി മന്ദം തുഴഞ്ഞ് അസ്തഭീത്യ കടത്തിയിടിനാനാദരാൽ. ഉമ്പർതടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്ര ഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനും അനുജനുമായുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വലാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാം ഭരദ്വാജമുനീശ്വരം. ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ദൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്ത് ദൃഷ്ട്വാ തഥാ ജഡവൽക്കലധാരിണം തുഷ്ടികലർന്നരുൾ ചെയ്താൻ. ഇതെന്തടോ കഷ്ടമീ കോപുപന്നമല്ലൊട്ടുമേ, രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായൊരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ? എന്തൊരു കാരണം വൻപടയോടും ആഹന്തവനാന്തരെ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ, എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പൻ ഈ സങ്കടം പോവാൻ അനുഗ്രഹിക്കേണമേ. രാമാഭിഷേക വിഘ്നത്തിന് കാരണം രാമപാദാബ്ജങ്ങളാണേ. തപോനിതേ ഞാൻ ഏതുമേയൊന്നറിഞ്ഞില്ല, രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകയപുത്രിയാം അമ്മ തൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളു. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനി പാദപദ്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കെന്നിയെ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാദികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവസിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനിമംഗലാത്മാനമേനം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ മത്സവൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു മാനസേ ശോകമുണ്ടാകൊല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നുകൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും
കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനുമേകാഗ്രമാനസനായതി വിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും. ഭാവനാ വൈഭവം എത്രയും അത്ഭുതം. ഭക്തവക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും മുക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നഭ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു മണിയുണ്ടനന്ദനും. കർമ്മണാ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിത് മുമ്പിനാൽ. പശ്ചാത് സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രമരാവതി സന്നിഭേ. ഉദ്ദാനവും ചെയ്തു ഉഷസ്സി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ട് ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികെ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാത്ത ബോധനമണ്ഡലേ. കാണാഞ്ഞോരോരോ മുനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചു മത്യാദരം. പുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ട് എത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.